വളരെ പ്രധാനപ്പെട്ട ആ വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. മുസ്ലിം ഭീകരർ ലോഞ്ച് പാഡായി തെരഞ്ഞെടുത്ത അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയിൽ ജനം TV സംഘം എത്തിയിരിക്കുന്നു. വളരെ സുപ്രധാനമായ വിവരങ്ങളാണ് പ്രേക്ഷകരിലേക്ക് ഓരോ നിമിഷവും ജനം TV എത്തിക്കുന്നത്. ഹരിയാന ഫരീദാബാദിന് സമീപം ദൌജ് ഗ്രാമത്തിലാണ് ഈ മെഡിക്കൽ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഡൽഹി സ്ഫോടനത്തിന് പിന്നാലെ രാജ്യമാകമനം സ്ഫോടനം നടത്താൻ ഈ ഭീകരർ കുതന്ത്രമൊരുക്കിയത് ഇവിടം കേന്ദ്രീകരിച്ചെന്നുള്ള നിർണായക വിവരം കൂടി ജനം TVക്ക് ലഭിക്കുന്നു. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സ്ഫോടനത്തിന് ഉപയോഗിച്ച ആ കാർ I-20, ആ കാർ പൊട്ടിത്തെറിച്ചത്, ആ കാർ സൂക്ഷിച്ചത് ഈ സർവകലാശാലയ്ക്കുള്ളിലാണെന്ന് മനസ്സിലാകുന്നു. എപ്പോൾ മുതലാണ് ഈ കാർ അവിടെ ഉണ്ടായിരുന്നത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രീകാന്ത്? നിലവിൽ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം, ഈ 3 ഡോക്ടർമാർ കൂടാതെ 52 ഡോക്ടർമാരെ കൂടി, ഈ ആശുപത്രിയിലെ 52 ഡോക്ടർമാരെ കൂടി ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. 52 ഡോക്ടർമാരെ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചോദ്യം ചെയ്യലിലേക്ക് കടന്നിരിക്കുന്നു. അതായത് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ, ഈ സ്ഥാപനത്തിൽ വൈറ്റ് കോളർ ജോബ് ചെയ്യുന്ന ആളുകൾ, അവരെ ഓരോരുത്തരെയായി പോലീസ് സംശയിക്കുന്നു, നമ്മുടെ അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നു, അവർ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. അതായത് വ്യാപകമായ സംശയം, വ്യാപകമായ നിഗൂഢത ഈ സ്ഥാപനത്തെ കേന്ദ്രീകരിച്ച് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കുറേയധികം കാര്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇത് 2015 UGCയുമായി ബന്ധപ്പെട്ട അക്രഡിറ്റേഷൻ ഉൾപ്പെടെയുള്ളവ ഇതിന് കിട്ടുന്നത് എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യമുണ്ട് അശ്വതി. അതായത് ഈ കശ്മീരികളായ കുറേയധികം ആളുകൾ ഇവിടെ വന്ന് അവരിവിടെ താമസിക്കുന്നു, അവർ ഡോക്ടർമാർ എന്ന പേരിൽ അവർ ഇവിടെ ജോലി ചെയ്യുന്നു. അതിനിടയ്ക്ക് ഒക്ടോബർ മാസത്തിൽ ഈ ഡോക്ടർ എന്ന് പറയുന്ന ഈ മുസമിൽ അവൻ ഈ കശ്മീരിലെ നൌഗാം മേഖലയിൽ ഒരു പോസ്റ്റർ ഒട്ടിക്കുന്നു. അത് ജയ്ഷയുമായി ബന്ധപ്പെട്ടാണ് ഈ പോസ്റ്റർ അവിടെ പതിപ്പിക്കുന്നത്. ഈ പോസ്റ്റർ പതിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ അവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, IPS ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. ആ CCTVയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണമാണ് ഏറ്റവും ഒടുവിൽ ഷോപ്പിയാനിലുള്ള ഒരു മതപണ്ഡിതൻ, അയാളുടെ പേര് ഇർഫാൻ അഹമ്മദ് എന്നോ മറ്റോ ആണ്, അത് നമ്മൾ ഒന്നുകൂടി വേരിഫൈ ചെയ്യണം. ആ ഷോപ്പിയാനിലുള്ള ഇർഫാൻ അഹമ്മദിന്റെ പക്കലേക്ക് പോലീസ് എത്തുന്നു. ഇർഫാൻ അഹമ്മദിനെ വിശദമായി, ഇർഫാൻ അഹമ്മദിന് മനസ്സിലാകുന്ന ഭാഷയിൽ ചോദ്യം ചെയ്തപ്പോൾ, അത് ഒന്നുകൂടി പറയണം, അയാൾ അവിടുത്തെ മതപണ്ഡിതനാണ്, അയാൾ അവിടുത്തെ ഒരു ഇമാമ് കൂടിയാണ് ഒരു പള്ളിയിലെ. അയാളെ ചോദ്യം ചെയ്യുമ്പോൾ അയാൾ വിശദമായ മറുപടി നൽകുന്നു. അതായത് ഞാൻ കുറേയധികം മെഡിക്കൽ വിദ്യാർത്ഥികളെ, ഈ ശ്രീനഗർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കുറേയധികം വിദ്യാർത്ഥികളുമായി എനിക്ക് ബന്ധമുണ്ട്, ഞാൻ അവരെ മുഴുവൻ റാഡിക്കലൈസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുണ്ട് എന്ന് ഇയാൾ പറയുകയാണ് പോലീസിനോട്. അവിടെ നിന്നും കിട്ടുന്ന വിവരമാണ് പിന്നീട് ഈ ഫരീദാബാദ് മൊഡ്യൂളിലേക്ക് എത്തിക്കുന്നത്. ഫരീദാബാദ് കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുന്നു. ഇവരെ കൃത്യമായി ട്രാക്ക് ചെയ്യുന്നു. ഇവർ ആയുധങ്ങൾ സംഭരിച്ചത്, സ്ഫോടക വസ്തുക്കൾ സംഭരിച്ചത് എവിടെയാണെന്ന് മനസ്സിലാക്കുന്നു. ഈ അൽഫല ആശുപത്രി നിരീക്ഷണത്തിലേക്ക് വെക്കുന്നു. പിന്നാലെ ജമ്മു കശ്മീർ പോലീസും ഹരിയാന പോലീസും ചേർന്ന് വ്യാപകമായ പരിശോധനയ്ക്കൊടുവിൽ ഈ മുസമ്മിലിനെയും ഷഹീനെയും ഒക്കെ അറസ്റ്റ് ചെയ്യുകയാണ്. പക്ഷേ അപ്പോൾ ഒമർ ഇവിടെ നിന്നും രക്ഷപ്പെട്ടു. ഒമർ ഈ കാറുമായി, ഒരു സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു കാറുമായി പോവുകയാണ് ഉണ്ടായത്. ഇതൊരു പാനിക് സിറ്റുവേഷൻ ആണ്. വലിയ പ്രഷർ അയാൾക്ക് മേൽ ഉരുണ്ടുകൂടിയിട്ടുണ്ടാകാം. തങ്ങളുടെ പദ്ധതി താളം തെറ്റുന്നത് അയാളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ടാകാം. അയാൾ ചെങ്കോട്ടയ്ക്ക് സമീപം എത്തുന്നു. കുറേയധികം 3.5 മണിക്കൂർ അവിടെ കാത്തു കിടക്കുകയാണ്. അതിനുശേഷം 6:52 അത് ആ പീക്ക് ടൈം എത്തുമ്പോൾ അയാൾ ഈ കാറ് കൊണ്ടുപോയി പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത്. ചില വാദങ്ങൾ വരുന്നത്, കഴിഞ്ഞ ദിവസമൊക്കെ ചില വാദങ്ങൾ വന്നത് ആസൂത്രിതമായി നടത്തിയതാകാൻ വഴിയില്ല എന്നാണ്. പക്ഷേ അത് തള്ളിക്കളയുകയാണ് അന്വേഷണ സംഘം. ജനുവരിയിൽ റിപ്പബ്ലിക് ദിനത്തിൽ സ്ഫോടനത്തിന് ഈ കക്ഷികൾ പദ്ധതിയിട്ടിരുന്നു. ദീപാവലിക്ക് ഇവർ സ്ഫോടനത്തിന് പദ്ധതിയിട്ടിരുന്നു. ചെങ്കോട്ടയിൽ ഇവർ സന്ദർശിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കണാട്ട് പ്ലേസിൽ ഇവർ പോയിരുന്നു. ഒരു കാര്യം എടുത്തു പറയേണ്ടത്, നമ്മുടെ മാധ്യമപ്രവർത്തകരടക്കം മലയാളികളടക്കം ഉള്ള മയൂർ വിഹാർ, മലയാളികൾ ധാരാളമുള്ള മയൂർ വിഹാർ മേഖലയിലും ഈ ഒമർ കാറുമായി എത്തിയിരുന്നു എന്നുള്ളതാണ്. അതായത് ഏറ്റവും അധികം ആളുകളുള്ള സ്ഥലം നോക്കി പൊട്ടിത്തെറിക്കാൻ ഒരു പക്ഷേ അയാൾ ശ്രമിച്ചതാകാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും
ഈ വിഷയത്തിൽ എന്തായാലും ഇക്കാര്യത്തിൽ നമുക്ക് ഏറ്റവും ശ്രീകാന്ത്, ഒരു കാര്യത്തിൽ കൂടി പ്രേക്ഷകർക്ക് വ്യക്തത നൽകേണ്ടതുണ്ട്. ഇന്നലെ പിടിയിലായവരെല്ലാം പഠിച്ചതും പഠിപ്പിച്ചതുമെല്ലാം ഈ അൽഫല യൂണിവേഴ്സിറ്റിയിലല്ലേ? ഇനിയും അവിടെ നിന്നും ഒരുപാട് പേർ പിടിയിലാകാനുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ അന്വേഷണം അത് ഈ അൽഫല യൂണിവേഴ്സിറ്റിയെ കേന്ദ്രീകരിച്ച് എങ്ങനെയാണ് ശ്രീകാന്ത് പുരോഗമിക്കുന്നത്? അൻപത്തിരണ്ട് ഡോക്ടർമാരെ ഇതിനോടകം തന്നെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ പ്രദേശവാസിയാണെന്ന് തോന്നുന്നു ഒരു കക്ഷി നമ്മളെ കണ്ടിട്ട് സുന്ദരന്മാരാണെന്ന് കരുതിയിട്ടാകണം ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട്. ഉണ്ണി, ആ കക്ഷിയുടെ ചിത്രങ്ങൾ, ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇവിടെ നിന്ന് നമ്മുടെ ദൃശ്യങ്ങളൊക്കെ പകർത്താനുള്ള ചില ശ്രമങ്ങളും നടത്തുന്നുണ്ട്. സ്വാഭാവികമായും അത് നടക്കട്ടെ. അപ്പോൾ അശ്വതി ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ 52 ഡോക്ടർമാർ ചോദ്യമുനയിലാണ്. അവരെ കസ്റ്റഡിയിലേക്ക് എടുത്തിട്ടുണ്ട്. അവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട മുഴുവൻ ഡോക്ടർമാർ മാത്രമല്ല, അധ്യാപകർ, അനധ്യാപകർ, ഇവിടുത്തെ സ്റ്റാഫുകൾ എല്ലാവരെയും തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ തലപ്പത്തുള്ള ആളുകളെയും ഇതിനോടകം തന്നെ ചോദ്യം ചെയ്ത് വരികയാണ് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. മാത്രമല്ല, ഈ സ്ഥലം ഇവർ 2 വീടുകൾ വാടകയ്ക്കെടുത്തു എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഈ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കാൻ. ആ സ്ഥലത്തെത്തി അവിടെയുള്ള ആളുകളെയും ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ആളുകളെ ചോദ്യം ചെയ്തതിന് ശേഷം അതിൽ നിന്നും കിട്ടുന്ന ലീഡ് അനുസരിച്ചായിരിക്കും കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ നേരത്തെ തന്നെ ഈ പ്രദേശത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇത് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രദേശമാണ്. ഒരു സംശയം കൂടി, നമുക്ക് ആ വിവരം ലഭ്യമാകുമെങ്കിൽ മാത്രം, ഈ അൽഫല യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യൻ പൗരന്മാർ മാത്രമാണോ പഠിക്കുന്നത്? അതോ മറ്റേതെങ്കിലും രാജ്യത്തെ ആൾക്കാർ കൂടി ഇവിടെ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നുണ്ടോ? അവരിലേക്ക് കൂടി അന്വേഷണം അങ്ങനെയാണെങ്കിൽ നീങ്ങേണ്ടതില്ലേ? കാരണം രാജ്യവ്യാപക ബന്ധം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീകാന്ത്, അന്തർദേശീയ മേഖലയിൽ നിന്നുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ പഠിക്കുന്നോ പഠിപ്പിക്കുന്നോ തുടങ്ങിയ കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിട്ടില്ല. അത് ഒരു പക്ഷേ കുറച്ചാഴത്തിൽ പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാവൂ. ഇതൊരു മെഡിക്കൽ കോളേജ് കൂടിയാണ്. സ്വാഭാവികമായും ഉണ്ടാകാം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അധ്യാപകരായോ അനധ്യാപകരായോ വിദ്യാർത്ഥികളായോ ഒക്കെ തന്നെ ആളുകൾക്ക് വരികയും പഠിക്കുകയും അവർക്ക് വിദ്യാഭ്യാസം നേടുകയും ചെയ്യാവുന്ന സ്ഥലം തന്നെയാണ്. അതിന് യാതൊരുവിധ തടസ്സങ്ങളുമില്ല. UGC അക്രഡിറ്റേഷൻ ഉള്ള സ്ഥാപനം തന്നെയാണ് ഈ അൽഫല മെഡിക്കൽ കോളേജ് എന്നുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാൽ അത് കൃത്യമായി കിട്ടേണ്ടതുമാണ്. അത് അവർക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, കശ്മീരികൾ ധാരാളമായുള്ള ഒരു മെഡിക്കൽ കോളേജാണ് ഇത്. കാരണം 40% കശ്മീരികൾ ഇവിടെ ജോലി ചെയ്യുകയും ഇവിടുത്തെ അധ്യാപകരോ അനധ്യാപകരോ ഡോക്ടർമാരോ ഒക്കെയായി ഉണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതിൽ ഈ ഉമർ നബി എന്ന് പറയുന്ന ഡോക്ടർ, ഇയാൾ ഡോക്ടർ അല്ല എന്ന് തെളിയിക്കുന്നതിന് നേരത്തെ തന്നെ ചില കാരണങ്ങളുണ്ട്. കാരണം ഇയാൾ ഈ ആശുപത്രിയിൽ ശ്രീനഗർ ഗവൺമെന്റ് ആശുപത്രിയുണ്ട്, മെഡിക്കൽ കോളേജുണ്ട്. ആ മെഡിക്കൽ കോളേജിൽ ഒരു രോഗിയുടെ മരണത്തിന് ഇയാൾ കാരണമായി. അതേ തുടർന്ന് ഇയാളെ അവിടെ നിന്നും പുറത്താക്കി എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ കിട്ടുന്നുണ്ട്. അങ്ങനെ ഇത്തരത്തിലുള്ള ഡോക്ടർമാരാണ് ഇവിടെ ജോലി ചെയ്തു പോന്നിരുന്നത്, ഇത്തരത്തിലുള്ള ഡോക്ടർമാരാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. അങ്ങനെ കശ്മീരികളായ ആളുകൾ ഏതാണ്ട് 40% ഉണ്ട് എന്നുള്ളത് വിവരം കിട്ടുന്നുണ്ട്. രാജ്യത്തിന് പുറത്തുള്ള ആളുകൾ ഒരു പക്ഷെ ഉണ്ടായേക്കാം. അതിന്റെ വിശദ വിവരങ്ങൾ എടുക്കേണ്ടതുണ്ട്. ഒരു കാര്യം ഉറപ്പിക്കാം, പോലീസ് ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഈ ആശുപത്രിയിലെ പ്രധാനപ്പെട്ട ആളുകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. 80 പേരെ ഇതിനോടകം ഇവിടെ ചോദ്യം ചെയ്തു കഴിഞ്ഞു. 52 ഡോക്ടർമാരെ ചോദ്യം ചെയ്യുന്നു എന്നുള്ള വിവരമാണ് കിട്ടുന്നത്. കാരണം ഈ മുഹമ്മദ് ഇസ്താഖ് എന്ന് പറയുന്ന ഈ പള്ളിയിലെ ഇതിനകത്തെ ഒരു പള്ളിയിലെ ഇമാം, ഇവരെ എല്ലാവരെയും തന്നെ പ്രാദേശികമായി സഹായിച്ചിരുന്ന വ്യക്തി, ഇവരുമായെല്ലാം ബന്ധമുണ്ട് എന്ന് പറയുന്നു. ഇതിൽ ആരൊക്കെ വൈറ്റ് കോളർ ടെററിസ്റ്റുകളായിട്ടുണ്ടാകാം എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഈ വന്നിരിക്കുന്ന ഇപ്പോൾ പിടിയിലായിരിക്കുന്നവന്മാർ മാത്രമായിരിക്കില്ല ഒരുപക്ഷെ ഇതിൽ വൈറ്റ് കോളർ ടെററിസ്റ്റുകളായി ഉണ്ടാവുക. കൂടുതൽ പേർ ഉണ്ടാകാം. അവരാരൊക്കെ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇവർ താമസിച്ചിരുന്ന സ്ഥലത്ത് ഇവരെ സഹായിച്ചവർ ആരൊക്കെ എന്ന് മനസ്സിലാക്കണം. ഈ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന സ്ഥലത്തേക്ക് ആരൊക്കെ വന്നിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അങ്ങനെ
വളരെ ശ്രീകാന്ത്, ഞാൻ വിപുലമായ മനസ്സിലാക്കുന്നത് അന്വേഷണം നിരവധി CCTV ഉള്ള ഒരു സർവകലാശാല അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയാണ് ഈ അൽ ഫലാഹ്. അപ്പോൾ ഈ CCTV കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം ഈ കേസിൽ അതീവ നിർണായകമാണ്. കാരണം ഈ കാർ സൂക്ഷിച്ച ദിവസം മുതലുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ നിന്നും വ്യക്തമാകും. മാത്രമല്ല ഈ പിടിയിലായവരുടെ സകലമാന പ്രവർത്തനങ്ങളും ഈ CCTV നിന്നും നമുക്ക് വ്യക്തമാകും. എന്തായാലും ഈ അൽ ഫലാഹ് യൂണിവേഴ്സിറ്റി അധികൃതർ അത് ഈ CCTV ദൃശ്യങ്ങളൊക്കെ ഈ അന്വേഷണ സംഘത്തിന് കൈമാറാനുള്ള സാധ്യത അത് എത്രത്തോളമാണ്? അവിടുത്തെ CCTV കേന്ദ്രീകരിച്ചുള്ള ഒരു ആ കാര്യത്തിൽ എന്തൊക്കെ വ്യക്തതയാണ് ശ്രീകാന്ത് നൽകാൻ സാധിക്കുക? ഇങ്ങോട്ട് നോക്ക്. സ്വാഭാവികമായ ആദ്യഘട്ടത്തിൽ തന്നെ ഈ അന്വേഷണം തുടങ്ങിയ ആദ്യഘട്ടത്തിൽ തന്നെ ഇവിടുത്തെ CCTV അതിന്റെ ഹാർഡ് ഡിസ്ക് അടക്കം ഇതിനോടകം തന്നെ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അത് ഓരോന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി തരാം. അതായത് ഈ മുസമ്മിൽ ഇയാളുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്നും ഇയാളുടെ ഫോൺ നമ്പർ പരിശോധിച്ചതിൽ നിന്നും പാക് ബന്ധമുള്ള നിരവധി കോളുകൾ ഇയാൾക്ക് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. പാക് ബന്ധമുള്ള നമ്പറുകളിൽ നിന്നും ഇയാൾക്ക് ഫോൺ കോളുകൾ വന്നു എന്ന വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇയാളുടെ ഫോണിൽ നിന്നും കൂടുതൽ ഈ ജെയ്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. രാജ്യമാസകലം ഭീകരവാദ പ്രവർത്തനം നടത്തുന്നതിനുള്ള നീക്കം, അതിനുള്ള ശ്രമം ഇയാൾ നടത്തിയതിന്റെ വിവരങ്ങൾ കൂടി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. മറ്റൊന്ന്, 2 കാർ കൂടി ഈ ഘട്ടത്തിൽ വരുന്ന, ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത് വലിയൊരു സ്ഫോടനം, രാജ്യവ്യാപകമായി നടത്താനിരുന്ന വലിയൊരു സ്ഫോടനം. അതാണ് ഈ അന്വേഷണ സംഘത്തിന്റെ അല്ലെങ്കിൽ ഈ അധികൃതരുടെ നിർണായക ഇടപെടൽ മൂലം നശിച്ചിരിക്കുന്നത്. ഈ 2 കാർ കൂടി ഈ ഭീകരർ വാങ്ങിയതിന്റെ ഉദ്ദേശം അതൊന്നേ ഉള്ളൂ, ഒരു വലിയ സ്ഫോടനം. ഡൽഹിയെ തകർക്കാൻ കെൽപ്പുള്ള വിധമുള്ളൊരു സ്ഫോടനമായിരുന്നു ഈ അണിയറയിൽ ഒരുങ്ങിയത് എന്നുള്ള ഒരു നിർണായക വിവരമല്ലേ ശ്രീകാന്ത് ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്? അശ്വതി, അക്കാര്യത്തിൽ ഇനിയൊരു സംശയത്തിന്റെ ആവശ്യമില്ല. കാരണം ഡൽഹിയെ നിന്ന് കത്തിക്കാൻ പാകത്തിൽ, ഡൽഹിയെ നിർത്തി കത്തിക്കാൻ പാകത്തിൽ ഇവർ പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു കാറല്ല ഇവർ വാങ്ങിയിരുന്നത്, മറ്റ് 2 കാറുകൾ കൂടി ഇവരുടെ കൈവശമുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ ആ കാറുകളിൽ കൂടി ബോംബുകൾ സ്ഥാപിച്ച് കാർ ബോംബ് സ്ഫോടനം, ഡൽഹി തലസ്ഥാന നഗരത്തിൽ കാർ ബോംബ് സ്ഫോടന പരമ്പര നടത്താനാണ് ഈ കൊടും ഭീകരർ ശ്രമിച്ചത്. ഈ മുസമ്മിലും ഒമറും പദ്ധതിയിട്ട് ഇറങ്ങിയത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇതിനിവരെ സഹായിച്ചത്, സാമ്പത്തികമായി സഹായിച്ചത് ഷഹീൻ, പ്രാദേശികമായി സഹായിച്ചത് ഈ യൂണിവേഴ്സിറ്റിക്കകത്തെ പള്ളിയിലെ ഇമാം കൂടിയായ ഇസ്താഖ്, മുഹമ്മദ് ഇസ്താഖ്. അവർക്ക് റാഡിക്കലൈസ് ചെയ്ത് എടുത്തത് ഇവരെ ഷോപ്പിയാനിൽ നിന്നുള്ള ഇമാം ഇർഫാൻ മുഹമ്മദ് എന്ന് പറയുന്ന ആ ഇമാമ്. അവർക്ക് എല്ലാവിധത്തിലുള്ള നിർദ്ദേശവും നൽകിയത് ജെയ്ഷെ മുഹമ്മദ്. അതിന് പാക് പിന്തുണ എന്ന രീതിയിലേക്ക് ഈ ഘട്ടത്തിൽ ഇതിനെ വ്യാഖ്യാനിച്ചെടുക്കാം എന്നാണ് മനസ്സിലാകുന്നത്. ചെറിയ സ്ഫോടനത്തിനല്ല ലക്ഷ്യമിട്ടത്, വളരെ വിശാലമായ വലിയ തോതിലുള്ള സ്ഫോടനത്തിന് ഇവർ പദ്ധതിയിട്ടു. അതേ ശ്രീകാന്ത്, അത് തന്നെയാണ് മനസ്സിലാകുന്നത്. അവിടെ സുരക്ഷിതനായി തന്നെ തുടരുക. കൂടുതൽ വാർത്തകളും വാർത്തയുടെ വിശദാംശങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. ജനം TV സത്യം പറയുക തന്നെ ചെയ്യും.